മാതൃദിനം ആഘോഷമാക്കി കിംസ് അൽ ഷിഫ മെഡോറ. പരിപാടിയുടെ ഭാഗമായി ഗർഭിണികൾക്കും കുട്ടികൾക്കുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലോക മാതൃദിനത്തോടനുബന്ധിച്ച് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ മെഡോറ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഗർഭിണികൾക്കും കുട്ടികൾക്കുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. അമ്മമാർക്കുള്ള ബോധവൽക്കരണം, ഗർഭിണികൾക്കായി ബേബി ഷവർ, ടാലന്റ് ഷോ, മെഹന്തി ഫെസ്റ്റ് തുടങ്ങിയവയും കുട്ടികൾക്കായി വിവിധ കലാപരിപാടികളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവകിയാണ് ഫ്രം കിംസ് അൽ ഷിഫ മെഡോറ ബേബി ഷവർ. എനിക്ക് കരച്ചിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചുറ്റുമുള്ള ആൾക്കാർ ഇതുപോലെ പലതരത്തിലുള്ള കമന്റുകൾ പറയാൻ തുടങ്ങി. എന്തായിരിക്കും ആദ്യം പറയുക? പാലില്ലാത്തോണ്ടാണ് കുട്ടി അറിയുന്നത്. അത് നമ്മളോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പാലില്ലാത്തോണ്ടാണ് കുട്ടി അറിയുന്നത്, ഫോർമുല തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അന്ന് ഈ ഫോർമുലകൾക്ക് എന്താണെന്ന് തന്നെ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ലേബർ റൂമിൽ നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററാണ് എൻ്റെ അടുത്ത് ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പാല് കുറവാന്ന് തോന്നുന്നു, വേണമെങ്കിൽ ഫോർമുല സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഫോർമുല സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. വേറെ ചോദ്യം പറച്ചിലൊന്നും എൻ്റെ അടുത്തുനിന്ന് ഒരു കൺസൾട്ട് എടുത്തതുപോലെ എനിക്ക് ഓർമ്മയില്ല. നേരെ വന്നു, ഫോർമുല സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ, എനിക്ക് പാലില്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. ബിക്കോസ് ആ ഒരു അക്സെപ്റ്റൻസ് ആയിരുന്നു അന്ന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവർ പറഞ്ഞു, ഞാൻ കേട്ടു. ആൻഡ് പിന്നെ അങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസങ്ങളിലും ഞാൻ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് തന്നെ, ഓക്കെ, എനിക്ക് പാലുണ്ടാവില്ലല്ലോ, എനിക്കെന്തോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ള തോട്ടിലാണ് ഞാൻ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത്. എന്നാൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, പ്രോംപ്റ്റ് ചെയ്തോണ്ടിരുന്നു. എപ്പോൾ കുട്ടി കരഞ്ഞാലും അത് മേ ബി കോളിക്കാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസ്വസ്ഥത കുട്ടിക്ക് ഉണ്ടാവാം എന്നുള്ള റീസൺസിനൊക്കെ തള്ളി കളഞ്ഞുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു അത് പാലില്ല എന്നിട്ടായിരിക്കും. സോ ഐ നോ ദ പെയിൻ. എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നത്. ചില മൊമെന്റ്സിൽ നമുക്ക് തന്നെ ബാക്കിയുള്ളവർ വിശ്വസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷനായിരുന്നു. പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് ബോധവൽക്കരണവും നൽകി. ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ നയൻതാര, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സജിത, നിയോനാറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ മൊയ്തീൻ ബാബു, സീനിയർ ജനറൽ മാനേജർ സി സതീഷ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രശസ്ത സോഷ്യൽ മീഡിയ ഫെയിം അഹമ്മദ് നജാദിന്റെ സംഗീത വിരുന്ന് ചടങ്ങിന് മാറ്റുകൂട്ടി. പരിപാടിയിൽ 300ഓളം അമ്മമാരും അവരുടെ കുട്ടികളും പങ്കെടുത്തു. മെഡോറ വിഭാഗത്തിന്റെ സേവനങ്ങൾക്കായി 9446589182 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.